Which is the correct statement regarding ORS? ORS എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ORS, composition of trisodium citrate dehydrate in reduced osmolarity. ORS is 4.5 gram per liter. At home, it can be prepared by mixing 6 teaspoons of salt and 1 teaspoon of sugar in 1 liter of water. അപ്പൊ അത് വീടുകളിൽ നമ്മൾ ORS എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നമുക്ക് അറിയണം, എന്നാലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഓപ്ഷൻ, ആഫ്റ്റർ ഈച്ച് ലൂസ് സ്റ്റൂൾ ചിൽഡ്രൻ അണ്ടർ 2 years ഓഫ് ഏജ് ഷുഡ് ബി ഗിവൺ 50 to 100 ml ഓഫ് ORS. 3 സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ്? 1ഉം 2ഉം കറക്റ്റ് ആണോ, അതോ 2ഉം 3ഉം ആണോ കറക്റ്റ്, അതോ 1 മാത്രമേ കറക്റ്റ് ഉള്ളോ, അല്ലെങ്കിൽ 3 മാത്രമേ കറക്റ്റ് ഉള്ളോ എന്ന് നിങ്ങൾ ആൻസർ ചെയ്യുക. ശരിക്കും വായിച്ചിട്ട് ആൻസർ ചെയ്യുക. 2 മിനിറ്റ് എടുക്കുക, സമയം എടുത്ത് വായിക്കുക, ആൻസർ ചെയ്യുക. തെറ്റിയാൽ കുഴപ്പമില്ല, അത് കുറച്ച് ടഫാണ്. ഓപ്ഷൻ ഡി ആൻഡ് ഓപ്ഷൻ ബി കമന്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആൻഡ് ഓപ്ഷൻ ബി. ഇവിടെ ഓപ്ഷൻ ഡി കമന്റ് ചെയ്താണ് കറക്റ്റ് ആൻസർ. മുർഷിദ, നിവ്യ, ധന്യ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് കേട്ടോ. ബാക്കി ഓപ്ഷൻ ഇത് മാത്രമേ ഇവിടെ ശരിയുള്ളൂ. ഇത് രണ്ടും തെറ്റാണ്. അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണേ. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യണ്ട, നെഗറ്റീവ് മാർക്ക് വരുത്തണ്ട. അപ്പൊ നിങ്ങളിപ്പോ 100 ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകാം. 100 ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളതും മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു 40 നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തോന്നിക്കഴിഞ്ഞാലും ബാക്കിയുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഒരു 5ഓ 8ഓ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ മതി. കാരണം അതിൽ നെഗറ്റീവ് മാർക്ക് ഒരുപാട് വരുത്തരുത് എന്നുള്ളതാണ്. അപ്പോ ഇതിനകത്ത് ഓപ്ഷൻ 1 തെറ്റാണ്, ഓപ്ഷൻ 2. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ വീട്ടില് ORS പ്രിപ്പയർ ചെയ്യുന്നത് 6 ടീസ്പൂൺ ഓഫ് ഷുഗർ ആണ്, നോട്ട് സാൾട്ട്. 6 ടീസ്പൂൺ ഷുഗർ പ്ലസ് ½ ടീസ്പൂൺ ഓഫ് സാൾട്ട്. അപ്പൊ എന്താണ്? 6 ടീസ്പൂൺ ഓഫ് ഷുഗർ, ½ ടീസ്പൂൺ ഓഫ് സോൾട്ട്, ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് വാട്ടർ. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ORS ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ORS 6 ടീസ്പൂൺ ഓഫ് ഷുഗർ പ്ലസ് ½ ടീസ്പൂൺ ഓഫ് സാൾട്ട്, 1 liter ഓഫ് വാട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. 6 ടീസ്പൂൺ ഓഫ് സാൾട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടു മച്ച് ഷുഗർ ക്യാൻ ഡയറിയ വേഴ്സ്. അപ്പൊ അത്രയധികം ഷുഗർ കൊടുക്കേണ്ട ആവശ്യം, ഒരു പക്ഷേ നമ്മൾ കൂടുതൽ ഷുഗർ കൊടുത്താൽ ഇതിൽ ഷുഗർ കൂടരുത്, ഡയറിയ മോശമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോമ്പോസിഷൻ ഓഫ് ട്രൈസോഡിയം ഡിഹൈഡ്രേറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഓസ്മോളാരിറ്റി, അത് തെറ്റാണ്. നമ്മൾ ഒരു ORSന്റെ പാക്കറ്റ് WHO പറയുന്നത് ORS പാക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ORS പാക്കറ്റിലുള്ളത് 21 gram പാക്കറ്റ് ആണ്. ORSന്റെ 21 gram ആണ്. ചിലപ്പോൾ ചോദിക്കാം. അതിനകത്ത് സോഡിയം ക്ലോറൈഡ് 2.6 gram ആണ്. സോഡിയം ക്ലോറൈഡ് 2.6 gram ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് 1.5 gram ആണ്. അതുപോലെ ട്രൈസോഡിയം സിട്രേറ്റ് എത്രയാണ്? 2.9 gram ആണ്. 2.9 gram ആണ്. അതുപോലെ ഡെക്സ്ട്രോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അൺഹൈഡ്രസ്. ഇപ്പൊ ഗ്ലൂക്കോസ് എത്ര ഉണ്ടാവും? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡെക്സ്ട്രോസ്
അല്ലെങ്കിൽ അൺഹൈഡ്രസ് എന്ന് പറയുന്നത് 13.5 ഗ്രാം ആണ്. അപ്പൊ ഗ്ലൂക്കോസ് തന്നെയാണ് കൂടുതൽ ഇവിടെ ഉള്ളത് കേട്ടോ. ഫോറസിന്റെ പാക്കറ്റിൽ എത്രയൊക്കെയാണ് സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ് അല്ലെ, ഇത് അറിഞ്ഞിരിക്കണേ. പിന്നെ നമ്മൾ ലൂസ് ടൂൾ ഓരോന്ന് കഴിയുമ്പോഴും 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ORS കൊടുക്കണം. അത് 50 to 100 ml ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അറിയാലോ അല്ലെ, എല്ലാവർക്കും അധികം സംശയമില്ലല്ലോ അല്ലെ. ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ എല്ലാ വീഡിയോയും കാണണേ. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻ വരുന്നുണ്ട് സാർ ഇത്രയും വീഡിയോ ചെയ്യുമ്പോൾ. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരാഴ്ചയിൽ 4 ക്ലാസ് ഒക്കെ തന്നിട്ടിരിക്കാം. ഞാനിപ്പോ വേറെ ടീച്ചേഴ്സിനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് തരുന്നത് നിങ്ങൾക്ക് നല്ല പോയിന്റ്സ് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോ പറയുന്നത് ഇൻഷുറൻസിന്റെയും ജയച്ചയുടെയും എക്സാം കഴിഞ്ഞിട്ട് DMEയുടെ ന്യൂ ബാച്ചിനും മാക്സിമം വീഡിയോസ് ഉണ്ടാകും കേട്ടോ. ഇപ്പൊ ജയച്ചയ്ക്കും പിന്നെ ഇൻഷുറൻസ് എക്സാമിനുമാണ് ഇപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരുടെ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ ലാസ്റ്റിലേക്ക്, അതായത് മെയ്യിൽ നമ്മൾ മെയ് ജൂൺ എക്സാമിന് വേണ്ടി സ്പെഷ്യൽ ലൈവ് ഉണ്ടാവും. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് DME ബാച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് കിട്ടും. അപ്പൊ കൂടുതൽ ക്ലാസ് കണ്ട് നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വിസിറ്റ് ഓഫ് എ 9 months old infant, ഫസ്റ്റ് വിസിറ്റ് ആണ് 9 months old infant, if her mother permits only 1 injection, which one should be given? Option A, DPT vaccine with OPV and vitamin A, PCG and OPV vaccine with vitamin A, measles vaccine and OPV with vitamin A, hepatitis B vaccine and OPV with vitamin A. അപ്പൊ ഇതിനകത്ത് ഒരു ആൻസർ ആണ് കറക്റ്റ്. അത് നിങ്ങൾ എന്താണെന്ന് അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഇത് എല്ലാവർക്കും ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, OP വിറ്റാമിൻ എ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട് എക്സാമിന്. എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ അസോസിയേറ്റഡ് വിത്ത് H1N1 ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ. Inactivated vaccine is administered as a single dose intramuscular injection in the upper arm. Pick the correct option ആണ്. Live attenuated vaccines are given via nasal spray. Category A patients are at high risk as they have the most severe respiratory symptoms. താഴെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1 and 3 correct, 1 and 2 correct, 2 and 3 correct, all are correct.
ഓക്കെ, ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ കുഴപ്പമില്ല. ഓപ്ഷൻ സി, ഡി, ബി ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, എയും കമന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ 1 and 2 കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ 1 and 2 കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 1 and 2. Inactivated vaccine is administered as single dose intramuscular injection in the upper arm. That is the correct answer. അത് കറക്റ്റ് ആണ്. ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻസ് ആർ ഗിവൺ വയ നേസൽ സ്പ്രേ. അപ്പൊ H1 ഇൻഫ്ലുവൻസയുടെ കാര്യത്തിലാണ്, H1N1 ഇൻഫ്ലുവൻസയുടെ കാര്യത്തിലാണ് നേസൽ സ്പ്രേ നമുക്ക് ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻസ് കൊടുക്കാം. കാറ്റഗറി എ പേഷ്യൻസ് ആർ അറ്റ് ഹൈ റിസ്ക് ആസ് ദേ ഹാവ് ദ മോസ്റ്റ് സിവിയർ റെസ്പിറേറ്ററി സിംറ്റംസ്. കാറ്റഗറി ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ടു സിവിയർ ഇൽനെസ് ആണ്, മോഡറേറ്റ് ടു സിവിയർ ആണ്, പക്ഷെ അത്ര റെസ്പിറേറ്ററി സിംറ്റംസ് കാണിക്കാത്ത പേഷ്യൻസ് ആണ് കാറ്റഗറി എ. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ റെയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. നേസൽ സ്പ്രേ, ദ നോർമൽ സ്പ്രേ ഫ്ലൂ വാക്സിൻസ് contain weakened viruses, so they will not cause flu. അപ്പൊ ഇതെന്താണ് ലൈവ് ആറ്റിനുവേറ്റഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള വാക്സിൻ, വീക്ക് ആയിട്ടുള്ള ഓർഗാനിസം അതിലുണ്ട്. ഓക്കെ, അപ്പോ ഈ നേസൽ സ്പ്രേ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ ഇനാക്ടിവേറ്റഡ് വാക്സിൻസ് ആകുമ്പോൾ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഈ ഫ്ലൂ പറഞ്ഞാൽ നമ്മളെ ഈ കോവിഡിന്റെ കാര്യം പറഞ്ഞ പോലെ സിവിയർ ക്രോണിക് ഡയബറ്റിക് അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോ ലങ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക്, സിവിയർ COPD ഒക്കെ ഉള്ളവർക്ക് മരണകാരണമായി മാറാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ RNA വൈറസ്. ഇൻഫ്ലുവൻസ H1N1 ഇസ് എൻ RNA വൈറസ്. ഓർത്തോമിക്സോവിറിഡെ ഫാമിലിയാണ്, ഓർത്തോമിക്സോവിറിഡെ ഫാമിലിയാണ്. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ടു സിവിയർ ഇൽനെസ് ആണ്, പക്ഷെ റെസ്പിറേറ്ററി സിംറ്റംസ് അധികം കാണിക്കാറില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു പാൻഡമിക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പാൻഡമിക് ആയിട്ട് നമുക്കറിയാം സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു പാൻഡമിക് ആയിട്ട് വന്ന ഒരു അസുഖമാണ് സ്പാനിഷ് ഫ്ലൂ. ഇത് വന്ന വർഷം 1918-19 ആണ്. ചിലപ്പോൾ ചോദിക്കാം സ്പാനിഷ് ഫ്ലൂ വന്നത് പാൻഡമിക് ആയിട്ട് വന്നതാണ്. 2004 ബേർഡ് ഫ്ലൂ വന്നു. 2004 വന്നു ബേർഡ് ഫ്ലൂ. അത് നമുക്ക് H5N1 എന്നറിയപ്പെടുന്നതാണ് ബേർഡ് ഫ്ലൂ. സ്പാനിഷ് ഫ്ലൂ 1918 വന്ന ഒരു പാൻഡമിക് ആണ്. അത് ഒരുപാട് പേര് നമ്മുടെ കോവിഡ് വന്ന് മരിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് ആൾക്കാർ, 10 മില്യൺ ആൾക്കാർ മരിച്ചു സ്പാനിഷ് ഫ്ലൂവില്. ഓക്കെ, അപ്പൊ ഇൻട്രാനേസലി നമ്മൾ കൊടുക്കുന്നത് ഇൻഫ്ലുവൻസയ്ക്ക് ലൈവ് വാക്സിൻസ് ആണ്. ഇനാക്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ കിൽഡ് വാക്സിൻ ആണ്. കിൽഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ IM ആണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ഈ IM നമ്മൾ കൊടുക്കുന്നത് പീഡിയാട്രിക്കിനാണെങ്കിൽ 0.25 ml ആണ്. IM കൊടുക്കുന്നത് 0.25 ml ആണ്. അഡൽറ്റിനാണെങ്കിൽ 0.5 ml ആണ് അഡൽറ്റിന് കൊടുക്കുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പോ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഓർത്തോമിക്സോവിറിഡെ RNA വൈറസ് ആണ്. വീക്ക് ആയിട്ടുള്ള വാക്സിൻ നമ്മൾ ലൈവ് വാക്സിൻസിന് ഓർഗാനിസത്തെ വീക്ക് ആക്കും, നേസൽ സ്പ്രേ ആയിട്ട് കൊടുക്കാം. കിൽഡ് വാക്സിൻ നമ്മൾ ഇൻട്രാമസ്കുലർലി ആണ് കൊടുക്കുന്നത് കേട്ടോ. സ്പാനിഷ് ഫ്ലൂവിന്റെ കാര്യം പറഞ്ഞു, ബേർഡ് ഫ്ലൂവിന്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ട്രെപ്പിനോമ പല്ലിഡം. whooping cough is caused by Haemophilus ducreyi. Lymphatic filariasis is caused by Wuchereria bronchophthalmi. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് 4 ഓപ്ഷൻ. 1 and 2 കറക്റ്റ്, 2 and 3 കറക്റ്റ്, 1 and 3 കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്. ആൻസർ ചെയ്തോളൂ. ഇത് എല്ലാവർക്കും ശരിയാക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആണ്.
1 and 3 കറക്റ്റ് ആണ്. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ട്രെപ്പിനോമ പല്ലിഡം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സിഫിലിസ് യൂഷ്വലി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. സെക്ഷൽ ഇന്റർകോഴ്സ് വഴിയാണ് വരുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഇൻഫെക്റ്റഡ് നീഡിൽസ് വഴി വരാം. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ നോഡ്യൂൾസ് ആണ്. ഈ മൾട്ടിപ്പിൾ നോഡ്യൂൾസ് നമുക്ക് സിഫിലിസിൽ കാണാം. എസ്പെഷ്യലി വജൈനൽ അല്ലെങ്കിൽ പെനിസിന്റെ ഏരിയയിലൊക്കെ ഒരു നോഡ്യൂൾസ് പോലെ ഇങ്ങനെ കാണാം, വട്ടത്തിൽ വട്ടത്തിൽ വലിയൊരു ചൊറി പോലെ കാണാം. അപ്പൊ ആന്റിബയോട്ടിക് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഡോക്സിസൈക്ലിൻ, അതുപോലെ അസിത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ, ഹൈ ഡോസ് ആന്റിബയോട്ടിക്സ് വേണ്ടി വരും. വൂപ്പിംഗ് കഫ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? പെർട്ടുസിസ്, അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ പെർട്ടുസിസ്. ഇതിനെ നമുക്ക് ബോഡിറ്റല്ല പെർട്ടുസിസ്, ബോഡിറ്റല്ല പെർട്ടുസിസ് എന്നുള്ള ബാക്ടീരിയ ആണ് വൂപ്പിംഗ് കഫ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബോഡിറ്റല്ല പെർട്ടുസിസ്. ഇതിനെ നമുക്ക് ബി പാരാപെർട്ടുസിസ് എന്നറിയപ്പെടുന്നു. ബോഡിറ്റല്ല പെർട്ടുസിന് നമുക്ക് എന്ത് പറയാം? മറ്റൊരു പേര് ബി പാരാപെർട്ടുസിസ് എന്ന് അറിയപ്പെടുന്നു. ബി പാരാപെർട്ടുസിസ്. ചില വൈറസസുകൾ ഇത് കാരണമാക്കുന്നുണ്ട്. പാരാ ഇൻഫ്ലുവൻസ, അഡിനോ വൈറസ് തുടങ്ങിയ വൈറസസും വൂപ്പിംഗ് കഫ് ഉണ്ടാക്കുന്നുണ്ട്. പാരാ ഇൻഫ്ലുവൻസ ആൻഡ് അഡിനോ വൈറസ് തുടങ്ങിയ വൈറസുകളും വൂപ്പിംഗ് കഫ് ഉണ്ടാക്കുന്നുണ്ട്. സോഴ്സ് എന്ന് പറഞ്ഞാൽ മാൻ ആണ്. നമ്മളെ മനുഷ്യരിൽ നിന്നും നേസൽ സെക്രീഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് സെക്രീഷൻസ് ഡ്രോപ്ലെറ്റ്സ് വഴി പകരും വൂപ്പിംഗ് കഫ്. ഇതിന്റെ ഇൻഫെക്ടിവിറ്റി മാക്സിമം 1 to 3 വീക്സിലാണ്. 1 to 3 വീക്സ് ആണ് ഇൻഫെക്റ്റീവ് പീരീഡ്. 7 to 14 ഡേയ്സ് ആണ് ഇൻക്യുബേഷൻ പീരീഡ്. സോ വൂപ്പിംഗ് കഫിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ചോദിച്ചാൽ 7 to 14 ഡേയ്സ് ആണ്. മാക്സിമം 3 വീക്സ് ആണ്. അപ്പൊ 7 to 14 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ 3 വീക്സ് എന്നാണ് ഓപ്ഷൻ എങ്കിൽ 3 വീക്സ് എന്ന് എഴുതാം. മാക്സിമം 3 വീക്സ് ആണ്. 7 to 14 ഡേയ്സ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. ഹീമോഫിലസ് ഡുക്രിയൈ എന്ന് പറഞ്ഞത് ഒരു STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തന്നെയാണ്. ഇതിന്റെ ഗ്രാം നെഗറ്റീവ് കൊക്കോബാസിലിയാണ്. ഹീമോഫിലസ് ഡുക്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാം നെഗറ്റീവ് കൊക്കോബാസിലിയാണ് ഹീമോഫിലസ് ഡുക്രിയൈ. അൾസർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ബാക്ടീരിയ. അൾസർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. ഇനി ഫൈലേറിയാസിസ് ഇസ് കോസ്ഡ് ബൈ ഉച്ചരേറിയ ബാങ്ക്രോഫ്റ്റി. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഫൈലേറിയാസിസ് മന്ത് ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണ് ഉച്ചരേറിയ ബാങ്ക്രോഫ്റ്റി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റീഡ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഹെർഡ് ഇമ്മ്യൂണിറ്റി ക്യാൻ പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽ ഇൻ കേസ് ഓഫ് ടെറ്റനസ്. Herd immunity is maintained and stepped up by immunization program. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1 is true and 2 is false. 1 is false and 2 is true. Both are true, both false. എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് അറിയണം കേട്ടോ. വാട്ട് ഈസ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ അറിഞ്ഞാലാണ് നമുക്ക് ഇതൊരു ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 1 is false and 2 is true. അപ്പൊ എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി? ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ചിലപ്പോൾ ഓപ്ഷനിൽ പോപ്പുലേഷൻ ഇമ്മ്യൂണിറ്റി എന്നായിരിക്കും. ഈസ് indirect protection from an infectious disease that can happen when population is immune either through vaccination or immunity developed through previous infection. അതായത് ഒരു പോപ്പുലേഷൻ, നമുക്കിപ്പോ കോവിഡ് വന്നപ്പോ നമുക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ എല്ലാവരും വാക്സിൻസ് എടുത്തു. വാക്സിൻസ് എടുത്തപ്പോ എന്താ സംഭവിച്ചത്? നമ്മളിപ്പോ ഒരു ഏരിയയിലുള്ള ആളുകൾ, ഭൂരിഭാഗം ആളുകളും ഇമ്മ്യൂണിറ്റി വന്നു.
ഇമ്മ്യൂണിറ്റി വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലായി ബാക്കിയുള്ള കുറച്ച് ആളുകൾക്കും, ഇത്രയും പാർട്ടിൽ ഇമ്മ്യൂണിറ്റി വന്നപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും ഇമ്മ്യൂണിറ്റി വന്നു. അത് ഒരുപക്ഷെ നാച്ചുറൽ ഇൻഫെക്ഷൻ കൊണ്ട് ഇൻഫെക്ഷൻ വന്ന് മാറിയാലും വരാം, അല്ലെങ്കിൽ വാക്സിൻ കൊടുത്തുകൊണ്ടും അങ്ങനെ വരാം. അപ്പൊ അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി വരുന്നതാണ് എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. അത് ടെറ്റനസിൽ ഉണ്ടാവില്ല. കാരണം ടെറ്റനസ് എന്താണ്, നമുക്ക് സോയിലിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ മുറിവുകളിലേക്കും മുറിവ് വരുന്നു അങ്ങനെയൊക്കെ വരുന്ന ഇമ്മ്യൂണിറ്റി നമുക്ക് അസുഖമാണ്. അപ്പൊ അതിന് ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരത്തില്ല. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റെപ്ഡ് അപ്പ് ബൈ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അപ്പൊ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുന്നത് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലൂടെയാണ്. അപ്പൊ അതിന് നമുക്ക് കൺട്രോൾ, മീസിൽസ്, സ്മോൾ പോക്സ്, പോളിയോ, ഡിഫ്തീരിയ, റുബല്ല ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, വാക്സിൻസ് കൊടുത്ത് കൺട്രോൾ ചെയ്യാം. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് വരുന്നത്. ഓക്കെ, ടെറ്റനസ് കോട്ട് ബൈ ബാക്ടീരിയ ഇൻ എൻവയോൺമെന്റ്. അപ്പൊ ടെറ്റനസ് വരുന്ന അങ്ങനെയല്ല. ടെറ്റനസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ്, ഇതിനൊന്നും ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊന്നും ഹേർഡ് ഇമ്മ്യൂണിറ്റി വരത്തില്ല. അപ്പൊ ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാറ്റ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ വാക്സിനേഷൻ ഓർ യൂഷ്വലി ഇൻ അവർ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി, നമ്മൾ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൊണ്ടോ വാക്സിനേഷൻ കൊണ്ടോ ഉള്ള ഇമ്മ്യൂണിറ്റി കൊണ്ടോ നമുക്ക് തടയുന്ന അസുഖങ്ങൾക്കാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുന്നത് കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. മാക്സിമം നമ്മൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാ വീഡിയോസും നിങ്ങൾ പഠിക്കുക.